നമുക്കിന്ന് ഒരു അടിപൊളി ബിരിയാണി സെറ്റാക്കിയാലോ? വാ നോക്കാം. ഞാനിന്ന് 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചെറിയ ഉള്ളി വേണേലും എടുക്കാം കേട്ടോ. എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. സവാളയൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാമേ. ഞാൻ അങ്ങനെ എപ്പോഴും കട്ടിംഗ് ബോർഡ് അങ്ങനെ യൂസ് ആക്കാറില്ല. ഞാൻ ബിരിയാണിയിലേക്ക് 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വലിയ ജീരകം കൂടി ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നതും. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ജീരകം എന്നിവയെല്ലാം കൂടി ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ചെറിയ തീയിൽ വെച്ച് മൂപ്പിച്ചെടുക്കണേ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മൾ കുറഞ്ഞ എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി മിക്സ് മൂപ്പിച്ചത് കൊണ്ട് അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് കാര്യമാക്കണ്ട. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഓക്കെ ആവുമേ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി സെറ്റാക്കി എടുക്കാമേ. ഇതിലേക്ക് നമ്മൾ അധികം മസാലകളൊന്നും തന്നെ അങ്ങനെ ആഡ് ചെയ്യുന്നൊന്നുമില്ലേ. ലേശം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കൂടി എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വർക്കിംഗ് ഡേയ്സിൽ സ്കൂൾ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയൊരു ഈസി ബിരിയാണി റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിലൊന്ന് പറയണേ. ഇവിടെ മിക്കപ്പോഴും മക്കൾക്ക് ഈ ബിരിയാണിയാണ് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാറുള്ളത്. നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആയതിനു ശേഷം ഈ കുക്കറൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. നമുക്ക് ഇനി റൈസിനുള്ള പ്രിപ്പറേഷൻസ് നോക്കാമേ. ഞാനിവിടെ കടായിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പിന്നെ ഗരം മസാലയല്ല വലിയ ജീരകത്തിൻ്റെയും കൂടി ആ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ആ സാധനങ്ങളെല്ലാം, പിന്നെ കുറച്ച് കുരുമുളക് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതവിടെ നടക്കട്ടെ. അപ്പോൾ പാരലായിട്ട് നമുക്ക് ഈ ബിരിയാണിയിലേക്ക് വേണ്ട കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും വെളുത്തുള്ളിയല്ല, നമ്മുടെ ഉണക്കമുന്തിരി, ഇതെല്ലാം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാവേ. ഞാനിവിടെ ആദ്യം കുറച്ച് സവാളയാണ് വഴറ്റിയെടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാമേ. ഞാനിവിടെ ബിരിയാണി വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അരി ജീരകശാല റൈസാണ്. ഞാനിവിടെ ഒരു 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ എപ്പോഴും ഈ മെഷറിംഗ് കപ്സ് അങ്ങനെയെല്ലാം എടുത്തിട്ടൊന്നുമല്ലേ ഈ അരിയൊക്കെ അളന്നെടുക്കാറുള്ളത്. എനിക്ക് ഏകദേശം ഒരു കണക്കൊക്കെ അറിയാമേ, എത്രയാണ് ഏതാണ് എന്നൊക്കെ എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 4 കപ്പോളം അരിയുണ്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇപ്പം ചായക്ക് പാൽ വയ്ക്കുകയാണെങ്കിലും ഒക്കെ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും പെട്ടെന്ന് കേട്ടോ. എല്ലാവരും എന്നോട് അത് ചോദിക്കാറുണ്ട്, എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അതൊക്കെ അറിയുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കുക്കറിൽ നമ്മൾ വെച്ചിട്ടിരുന്ന ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ശരിക്കും നല്ലൊരു മണമാണ് ഈ ഉള്ളിയുടെ. ഇത് കുക്കർ അങ്ങോട്ട് മൂടി തുറക്കുമ്പോൾ തന്നെ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് നമ്മുടെ നല്ല കട്ട തൈര്, ഇതിപ്പോൾ പുളിയുള്ള തൈരാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന ബിരിയാണി മസാല ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ കമൻറ്റിൽ ചേർത്തേക്കാവേ. കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ വറ്റൽമുളകും പിന്നെ നമ്മുടെ മല്ലി അതുപോലെ നമ്മുടെ ബിരിയാണിയിലെ ഗരം മസാല കൂട്ടിലെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് അന്നേരം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത്
ചെയ്ത ഒരു മസാലയാണ് അത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം കാശ്മീരി ചില്ലി, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അല്പം കുരുമുളക് പൊടിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ. പിന്നെ ഞാൻ ഒരു അല്പം ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഗരം മസാല പൊടി നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ വെച്ചിരിക്കുന്നില്ലേ, ആ ഗരം മസാലപ്പൊടി. ആദ്യം ചേർത്ത ബിരിയാണി മസാല ഞാൻ ഇപ്പം ബിരിയാണിക്ക് വേണ്ടിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഇതൊന്ന് വേവിച്ചെടുക്കാവേ. ശേഷം ഞാൻ നമ്മുടെ ഈ ബിരിയാണി ദം ആക്കേണ്ടതുകൊണ്ട് ഈ കുക്കറിൽ നിന്ന് ഞാനിതൊരു കടായിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ ബ്രൗൺ കളറ് നമ്മൾ സവാള ക്രിസ്പി ആക്കിയില്ലേ, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെന്ത റൈസ് ഉണ്ടല്ലോ, ആ റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവാള ബ്രൗൺ കളറായിട്ട് വഴറ്റിയെടുത്തതുണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ ഉണക്കമുന്തിരിയും കൂടി ഫ്രൈ ചെയ്തതും ഇതിൻ്റെ പുറത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ, അതുകൊണ്ട് അത് കാണാൻ പോലും ഇല്ലാത്ത. പിന്നെ ആവശ്യത്തിന് നെയ്യ് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിടെ പൈനാപ്പിൾ എസൻസും ബിരിയാണി എസൻസും ഓരോ തുള്ളി വീതം എടുത്തിട്ട് അത് മഞ്ഞൾപ്പൊടിക്കകത്തും പാലിനകത്തൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ദമ്മാക്കി എടുക്കണം. കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ദമ്മാക്കി എടുക്കണം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ അടിയിൽ ചിക്കൻ കുറച്ച് ഗ്രേവി ആയിട്ടാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെയും ഒന്ന് ദമ്മാക്കി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇരുമ്പിൻ്റെ കടായി വെച്ചിട്ട് അതിനകത്ത് ഫ്ലെയിം കൊടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പോട്ട് വെച്ചിട്ട് അങ്ങനെയും നമുക്കിതൊന്ന് ദമ്മാക്കി എടുക്കാമേ. ഞാൻ കൂടുതലും ചെയ്യാറ് കുറച്ച് ഗ്രേവി കൂട്ടിയിട്ട്, ഗ്രേവി മീൻസ് നമ്മൾ ആ ചിക്കൻ്റെ അതുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മളങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഇതിൽ ദമ്മാക്കി എടുക്കുകയോ ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു മണവും ഉണ്ടാവുമേ റൈസിനൊക്കെ. ഇതൊന്ന് സെർവ് ചെയ്യാൻ നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. ശരിക്കും ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട്, നല്ല സൂപ്പർ മണമാണ്. കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഈ ബിരിയാണി. വളരെ